ആരെങ്ങാനും കയറി വരും. സതീഷ് എവിടെ? അവൻ താഴെ കളിച്ചോണ്ടിരിക്കുക. നീ കോടതി പോന്നു? പോണം. അല്ല സാർ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരില്ലേ? എന്താ? അല്ല എന്താ സ്പെഷ്യൽ വേണ്ടേ? മട്ടനോ ചിക്കനോ മുട്ടയോ മീനോ? പോലീസുകാരൻ അങ്ങനെ വല്ലതുകൊണ്ട് നീ എന്ത് തന്നാലും ഞാൻ കഴിച്ചോളാം. അപ്പോഴേ ഉച്ചയ്ക്ക് ഉണ്ണാൻ ഒരു ലാത്തിയും 2 റിവാൾവർ റോസ്റ്റ് ചെയ്ത് വെക്കും. ഹലോ, ഏത് കൃഷ്ണപിള്ളയോ? വില്യം സ്റ്റേഷനിലേക്ക് വന്നില്ലേ? അവന് വലിയ വലിയ പണക്കാരുടെ പിൻബലം ഉണ്ടെന്നോ? അത് നമുക്കെന്താ? ആട്ടെ, അവനിപ്പോ എവിടെയുണ്ട്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ. വില്യംസിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാൻ ഇതുവരെ ഒരു ഇൻസ്പെക്ടറും ധൈര്യപ്പെട്ടിട്ടില്ലടാ. ബില്ല് ബില്ലോ? വില്യംസ് ഇന്നേ വരെ ഒരു ബാറിൽ ബില്ല് കൊടുത്തിട്ടില്ലടാ. നീയാണ് വില്യംസ് അല്ലേടാ? എഴുന്നേക്കടാ. എടാ, എന്റെ കയ്യിൽ നിന്നും ഒരു ക്രിമിനൽ പുള്ളിയും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. നടക്ക്. യുവർ ഓണർ, എന്റെ പ്രതി വില്യംസിന്റെ നിരപരാധിത്വം കോടതിക്ക് ബോധ്യപ്പെടാനും പ്രതിക്ക് ജാമ്യം അനുവദിച്ചു കിട്ടാനും ഇൻസ്പെക്ടർ രാജശേഖരനെ എനിക്ക് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട കോടതി അതിന് അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അനുവദിച്ചിരിക്കുന്നു. താങ്കളുടെ പേര്? രാജശേഖര മേനോൻ. സർവീസ് ബുക്കിൽ കളങ്കത്തിന്റെ മഷയടയാളമില്ലാത്ത കർമ്മനിരതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലേ? അതെ. മിസ്റ്റർ വില്യംസിനെ അറസ്റ്റ് ചെയ്തത് നിങ്ങളാണോ? അതെ. വാറന്റ് ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് നിയമവിരുദ്ധമല്ലേ? അല്ല. ആവശ്യമെന്ന് തോന്നിയാൽ ചില സന്ദർഭങ്ങളിൽ വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാൻ നിയമമുണ്ട്. ഓഹോ. ഡ്യൂട്ടി സമയങ്ങളിൽ നിങ്ങൾ മദ്യപിക്കാറുണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ? ഡ്യൂട്ടി സമയങ്ങളിൽ നിങ്ങൾ മദ്യപിക്കാറുണ്ടോ എന്ന്. ഇല്ല. ശരി, പിന്നെങ്ങനെയാണ് യാദർശികമായി മദ്യഷോപ്പിൽ വെച്ച് വില്യംസിനെ കണ്ടുമുട്ടിയത്? അവൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത്. യുവർ ഓണർ,
ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ യാതൊരു മുന്നറിയിപ്പും കൂടാതെ അറസ്റ്റ് ചെയ്യുന്നത് നീതിക്കും നിയമത്തിനും യോജിച്ച നടപടിയല്ല. മാത്രമല്ല, വില്യംസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇൻസ്പെക്ടർ അവിടെ എത്തി എന്നുള്ളതിന് ശരിയായ തെളിവുകളൊന്നും ഇല്ല. ഒരുപക്ഷെ വില്യംസിനെ കണ്ടുമുട്ടിയപ്പോൾ മദ്യത്തിന്റെ ലഹരിയിലാവാം ഇൻസ്പെക്ടർ രാജശേഖരൻ അയാളെ മർദ്ദിച്ചതും കസ്റ്റഡിയിലെടുത്തതും. ഐ ഒബ്ജക്ട് യുവർ ഓണർ. പ്രതിയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഹീനമായ പ്രത്യാക്രമണം നടത്തുവാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കരുതെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഈ കേസിലെ പ്രതിയായ വില്യം എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സാമൂഹ്യ ദ്രോഹിയാണെന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട കോടതി കണക്കിലെടുക്കണം. യുവർ ഓണർ, ഈ കേസിനെ കുറിച്ചുള്ള എന്റെ വാദഗതികൾ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. നിരപരാധിയായ ഒരാളിന്റെ പേരിൽ അധികാരമുള്ളവർ മനഃപൂർവ്വം കുറ്റകൃത്യങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നത് അധർമ്മമാണ്. നീതിപീഠത്തിന്റെ അന്തസ്സിന് അത് കളങ്കമാണ്. ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ വാദോരാതെ വാദിച്ചിട്ടും പ്രതി ചെയ്ത കുറ്റം എന്താണെന്ന് ഇതുവരെ തെളിയിച്ചിട്ടില്ല. ആയതിനാൽ ബഹുമാനപ്പെട്ട കോടതി സത്യാവസ്ഥയെ മുൻനിർത്തി പ്രതിക്ക് ജാമ്യം അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങോട്ടെങ്കിൽ രാജേട്ടാ, കോടതി പിരിഞ്ഞതോടെ നമ്മുടെ എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു. കൃഷ്ണദാസിന് പകരം ഞാൻ കോടതിയിൽ ഹാജരായത് തെറ്റാണെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. മാപ്പ്? എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി പരസ്യമായിട്ട് അപമാനിച്ചവളാണ് നീ. ഞാൻ ഒരിക്കലും രാജേട്ടനെ അപമാനിക്കാൻ വിചാരിച്ചില്ല. ആത്മാർത്ഥതയുള്ള ഒരു അഡ്വക്കേറ്റ് അവർ ഏറ്റു നടത്തുന്ന കേസ് എങ്ങനെയെങ്കിലും വിജയിപ്പിക്കാൻ നോക്കില്ലേ? രാജേട്ടനും നിയമം പഠിച്ച ആളല്ലേ? കൂടുതൽ സംസാരിക്കണ്ട. നീ ഇപ്പൊ ജയിച്ചിരിക്കുകയാണ്. കോടതിയിൽ ഞാൻ ജയിച്ചതുകൊണ്ട് കുടുംബജീവിതത്തിൽ എന്നെ ക്രൂരമായി തോൽപ്പിക്കാൻ നോക്കുകയാണോ? കുടുംബത്തെക്കുറിച്ച് നിനക്ക് വിചാരമുണ്ടായിരുന്നെങ്കിൽ കൃഷ്ണദാസിന്റെ കത്ത് കിട്ടിയപ്പോ എന്റെ അനുവാദം കൂടാതെ നീ കോടതിയിൽ വരുമായിരുന്നില്ല. ഒരു വക്കീലിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടായി മറ്റൊരു വക്കീൽ ഹാജരാകുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയില്ല. തെറ്റ് ചെയ്തത് ഞാനാണ്. ഭാര്യയെക്കുറിച്ചുള്ള പൂർവ്വകാല കഥകളെല്ലാം മനസ്സിൽ നിന്നും വേരോടെ പിഴുതെറിഞ്ഞിട്ടാണ് ഞാൻ ഇതുവരെ ജീവിച്ചത്. എടീ, നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ഞാൻ കിട്ടിയതാണ്. പക്ഷെ ഇന്നും നിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ കൃഷ്ണദാസാണ്. പഠിക്കുന്ന കാലത്ത് എനിക്കും കൃഷ്ണദാസനും മാനസിക ബന്ധമുണ്ടായിരുന്നത് സത്യമാണ്. നമ്മുടെ വിവാഹത്തിന് മുമ്പേ ഞാൻ ഇതൊക്കെ തുറന്നു പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും എന്നെ ഇങ്ങനെ കരുതിക്കൂട്ടി കുത്തി കാണിക്കുന്നത് മഹാപാപമാണ്. എല്ലാം എനിക്കറിയാം. പക്ഷേ ജീവിതത്തിൽ എന്നെ സബ്സ്റ്റിറ്റ്യൂട്ടാക്കി മുന്നോട്ട് പോകാമെന്ന് നീ കരുതണ്ട. അത് ഇൻസ്പെക്ടർ രാജശേഖരനെ കിട്ടൂല. രാജേട്ടാ, എനിക്ക് തൃപ്തിയായി. രാജേട്ടാ, തൃപ്തിയായി. നിനക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടാകണമെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യണം. അങ്ങനെ ഒരു ഭീരുവാകാൻ എന്നെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് പിരിയുന്നത്. മോനെ, നീ അച്ഛനോടൊന്നിച്ച് വരുന്നുണ്ടോ? അച്ഛൻ എവിടെ പോന്നെ? സ്ഥലമാറ്റം കിട്ടിയോ? കിട്ടി മോനെ, നിന്റെ അമ്മയുടെ മനസ്സിൽ നിന്ന്. മോൻ അച്ഛനെ വേണോ അമ്മയെ വേണോ? എനിക്ക് രണ്ടുപേരും വേണം. അത് നടക്കില്ല മോൻ. മോൻ അച്ഛനോടൊന്നിച്ച് വരുന്നുണ്ട് എങ്കിൽ വാ. അമ്മ എന്തിനാ കരയുന്നേ? അമ്മയെ വിട്ടിട്ട് ഞാൻ എങ്ങും പോവില്ല.